ഗേസ് പെട്ടെന്നുണ്ടായ തീരുമാനത്തിലാണ് ഊട്ടിയിലേക്ക് ഒരു യാത്ര പോയാലോ എന്നൊരു ആലോചന വന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേരും പാടെ പുറപ്പെട്ടു. അതൊരു വ്യത്യസ്തമായ യാത്രയായിരുന്നു. ഇന്ന് വെച്ചാൽ ഊട്ടിയിലെ മനോഹരമായ കാഴ്ചകളും പ്രകൃതി ഭംഗികളും ആസ്വദിക്കാനായിരുന്നു. ഞങ്ങൾ രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ മഞ്ഞ് മൂടി, നല്ല കോടമഞ്ഞ് മൂടിയിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കോടമഞ്ഞ് കൊണ്ട് നേരെ ഊട്ടിയിലേക്ക് പോകും വഴിയാണ് ഒരു വണ്ടിക്കാരനെ കണ്ടത്. അപ്പോൾ അവർ കുറേ യാത്രക്കാരുണ്ടായിരുന്നു. അവരുമായി പരിചയപ്പെട്ടു. അങ്ങനെ ഷംസീറിനെ പറ്റി പറയുകയാണെങ്കിൽ അതിമനോഹരമായ ഡ്രൈവിംഗ് ആണ്. എന്താ പറയുക, ഒരു രക്ഷയില്ല. ഒരു പ്രൊഫഷണൽ ഡ്രൈവർ പോകുന്ന മാതിരിയാണ് അവൻ പോയിരുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ അമ്പാടും ചോദിക്കുകയായി, ഊട്ടി എത്തായില്ല. അതിൻ്റെ പിന്നാലെ കോവയും ചോദിക്കുന്നുണ്ട്, ഊട്ടി എന്താ എത്താതെ. ഒരുപാട് നേരമായിട്ടും ഊട്ടി എത്താത്തതുകൊണ്ട് പല ആൾക്കാർക്കും ബോറടിച്ചു. അങ്ങനെ ഞങ്ങൾ 2 സ്റ്റെപ്പൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. ഷംസീറിൻ്റെ ഒരു അടിപൊളിയായൊരു മാപ്പിളപ്പാട്ടോട് കൂടി എന്താ പാട്ട്, രക്ഷയില്ല. അങ്ങനെ പുറത്തുള്ള കാഴ്ചകൾ കണ്ട് വീണ്ടും ഊട്ടിയിലെ മനോഹരമായ കാഴ്ച, എന്താ പറയുക, ആ കാഴ്ചകൾ മനസ്സിന് വല്ലാത്ത നന്മയേറും, നല്ലൊരു കുളിർമ ഏകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും. അങ്ങനെ തമിഴ്നാട്ടിലെ റോഡ് പറഞ്ഞാൽ വേറൊരു വൈമാട്ടോ, ഫുള്ള് റിപ്ലേസ്ഡാണ്. ഒരു കുണ്ടും കുയ്യും പോലും ഉണ്ടാവില്ല. നമ്മുടെ കേരളത്തിലെ റോഡാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, ഫുള്ള് കച്ചറായിട്ടാണ് നമ്മുടെ റോഡ്. പക്ഷേ തമിഴ്നാട് റോഡ് അടിപൊളി റോഡാണ്. ഊട്ടിയെത്തുന്ന വലിയ റബ്രൈസ് റോഡ്, ഒരു കമ്പനിയും ഇല്ല. ഇത്രക്കും അതിമനോഹരമായ റോഡുകളും സ്ഥലങ്ങളുമായി ഞങ്ങൾ ഊട്ടിയിലേക്ക് അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു. അങ്ങനെ കൂമ പറയുന്നുണ്ടായിരുന്നു, ആനകളെ കാണും. എവിടെ ഒരാനെ പോലും കണ്ടില്ല. അങ്ങനെ ആനയെ കാണാത്തതുകൊണ്ട് കൂമന് ഭയങ്കര സങ്കടമായി. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു, അടുത്ത ആനകളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. ഊട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ അതിമനോഹരമായ തണുപ്പ്, ഒരു രക്ഷയില്ല, തകർത്തു. അത്രക്കും വലിയ തണുപ്പായി ഞങ്ങൾ പോയപ്പോൾ. അങ്ങനെ തണുപ്പും സഹിച്ചാണ് ഞങ്ങൾ 4 പേരും പാടെ നടന്നു. മമ്പാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കമ്പം കഴിക്കാൻ ആഗ്രഹമായി ഞങ്ങൾ പാർക്കിൽ നിന്ന് പുറത്തേക്ക് പോയി. അങ്ങനെ നമ്മളെ താത്താൻ്റെ കമ്പം, എന്താ ടേസ്റ്റ്, ഒരു രക്ഷയില്ല. ആ ചുട്ടു പഴുത്ത കമ്പം അങ്ങനെ കഴിക്കുന്നതാണ്, അത് വെറൈറ്റി തന്നെയാണ്. കഴിക്കുന്നതിനിടയിൽ കൂമൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്രയില്ല. അതിമനോഹരമായ പാട്ടുണ്ട് വീണ്ടും അടുത്ത കാഴ്ച സ്ഥലത്തിലേക്ക് യാത്ര തുടരുന്നു. കൂമനാണ് വണ്ടി ഓടിക്കുന്നത്. കൂമൻ്റെ ഡ്രൈവിംഗ് വേറൊരു വൈബാണ്. എന്താ പറയുക, അത്രക്കൊരു പറഞ്ഞാൽ തീരുകയില്ല അവൻ്റെ ഡ്രൈവിംഗ് ഒന്നും. അങ്ങനെ ഊട്ടിയിലെ പെരും തണുപ്പത്ത് എന്താ തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. അങ്ങനെ മമ്പാണ്ട ഒരു കോമഡി ചിലപ്പോൾ മമ്പാണ്ട വർത്താനം കേട്ടാൽ നമുക്ക് ഈറടിച്ച് പോകും. അത്രക്കൊരു കോമഡിക്കാരനാണ്. ഊട്ടിയിലെ തണുപ്പെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രക്കും ഭയങ്കര തണുപ്പാണ്. അത് കോറി പൊറിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. ശേഷം ഞങ്ങൾ യാത്ര തിരിച്ചു. ഒരു ചായക്കടയിൽ നിന്നപ്പോൾ തണുപ്പ് മാറാൻ വേണ്ടി കൂമൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റായിട്ട് കൈയും പൊള്ളുകയും തണുപ്പ് പോയോ അത് പോയില്ല. ഞങ്ങൾ അങ്ങനെ ഒരു കാൽച്ചായയുമായി ഗ്രൗണ്ടിലേക്ക് നടന്നു. അപ്പോഴും കൂമന് തണുപ്പ് മാറാൻ വേണ്ടി കൈ പൊള്ളിക്കുകയാണ്. അങ്ങനെ ആ കാക്കാൻ്റെ ഇതും കേട്ടാണ് അങ്ങനെ ചായയും കുടിച്ചു.
അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഗേസ്.